Good morning. Good morning, ma'am. Good morning, Miss. Good morning. Good morning, all of you. Good morning. Okay, let's start. Arana prayer Arana. Yes, Miss. Prayer. Dear God, please keep me happy today. Help me to be bright, cheerful day. Help me to do the things you want me to be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness. And keep us all in happiness. Okay. Thought ഞാൻ. Good morning, ma'am and my dear friends. Today thoughts. ഇന്നത്തെ ചിന്തകൾ. What had what hurts you today makes you strong. Tomorrow this phrase is pointing out the hard experience or troubles that we encounter our lives after. This trails there are lessons learned and that makes us stronger to face other harder problems. ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നത് നാളെ നിങ്ങളെ ശക്തരാക്കുന്നു. ഈ വാചകം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളോ പ്രശ്നങ്ങളോ ചൂണ്ടിക്കാണിക്കുന്നു. ആ പരീക്ഷണങ്ങൾക്ക് ശേഷം പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. അത് മറ്റു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാൻ നമ്മെ ശക്തരാക്കുന്നു. So get stronger life longer. Thank you. Okay. Ma'am, Next fine unde. Good morning, ma'am, and my dear friends. I am Jerusha. I hope you are doing well. I would like to share a beautiful quote. Every day is a fresh start. Wake up with a thankful heart and go after your dreams. Let's begin this day with positivity, kindness, and confidence. Wishing everyone a joyful and peaceful day ahead. Thank you. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഷാനോൺ വീവർ മോഡൽ അല്ലെ? ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല മാം. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഉണ്ട്, അതൊക്കെ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു. ഷാനോൺ വീവർ മോഡൽ എന്താണ് അത് പറഞ്ഞു തന്നില്ലേ?
ജസ്റ്റ് 2 ലൈൻ. കമ്മ്യൂണിക്കേഷൻ എന്താ? അത്രയും അത് ഷാലോൺ വ്യൂവറിന്റെ ഉണ്ട്, അങ്ങനെ ഒരു മോഡൽ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ആ ഒരു സൈക്കിൾ പറഞ്ഞില്ല. സൈക്കിൾ പറഞ്ഞില്ല. ഓക്കെ. ഇപ്പോ ഇവിടെ നോക്കിയ നിങ്ങള് ഷാലോൺ വീവർ മോഡൽ അനുസരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളിനെ ഇവിടെ കൊടുത്തിരിക്കുവാണ്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുവാണ്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാം, ആ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ സെൻഡർ ഉണ്ട്, അതുപോലെ മെസ്സേജ്, ചാനല്, റിസീവർ, ഫീഡ്ബാക്ക്. ഓക്കെ, എന്താണ് അത് കണ്ടെത്തിട്ട് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആശയവിനിമയമാണല്ലോ, ഇന്ററാക്ഷൻ ആണല്ലോ. അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ സെൻഡർ ആരാണ്? സെൻഡർ Who sent the message? The person who sent the message is called sender. സെൻഡ് മെസ്സേജ് അല്ലെ? അതായത് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആരാണോ അദ്ദേഹമാണ് സെൻഡർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ എന്തൊക്കെയാകാം മെസ്സേജ്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. The content, മാം. നമ്മൾ സെൻഡർ റിസീവർക്ക് അയക്കുന്ന എന്താണോ ആ സാധനം. ഇൻഫർമേഷൻ. ഇൻഫോർമേഷൻ ആയിരിക്കും അല്ലെ? അത് ഇറ്റ് ക്യാൻ ബി സ്പോക്കൺ ആവാം, അല്ലെങ്കിൽ റിട്ടൺ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി സെൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള, അതായത് SMS ആവാം, വാട്സപ്പ്, ഇമെയില്, അത്തരത്തിലുള്ള, അതായത് പല രൂപേണയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെസ്സേജസ് നമുക്ക് റിസീവറിലോട്ട് പാസ് ചെയ്യാം. അപ്പൊ സെൻഡർ ആണ് എന്ത് ചെയ്യുന്നത്? റിസീവറിലേക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്പോക്കൺ ആകാം അല്ലെങ്കിൽ റിട്ടൺ ആകാം. ഓക്കെ, എന്തും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഇതിനെ നമ്മൾക്ക് മെസ്സേജ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ജസ്റ്റ് അതൊന്ന് എഴുതിയെടുക്കൂ കേട്ടോ. സെൻഡർ എന്താണെന്ന് എഴുതിക്കോളൂ. The person who send something. A person who send something. Ma'am, the person ആണോ അതോ a person ആണോ? The person എഴുതിയാൽ മതി. The person who send something. The person who send something. അതിന്റെ കൂടെ തന്നെ എഴുതാ like a message, lecture, or email. The person who send something like a message, lecture, or email. എഴുതിയോ എല്ലാവരും? ഓക്കെ. ഓക്കെ, then അടുത്തത് മെസ്സേജ് ആണ്. മെസ്സേജ് എന്താണെന്ന് എഴുതാ കേട്ടോ. It's a information sent from one person to another. Sent from one person to another.
Okay. It's a information sent from one person to another. അതിന്റെ താഴെയായിട്ട് എഴുതാം. It can be spoken. It can be spoken. Comma written. Comma written. Or send electronically. Or send electronically. Bracket എഴുതുക. Like SMS. Like SMS. Comma WhatsApp. Comma WhatsApp. Comma email. Comma email. Bracket close ചെയ്യുക. Okay. It can be spoken, comma written, or sent electronically, like SMS, WhatsApp, email. എഴുതിയോ? Yes. എഴുതിയായിരുന്നോ? Okay. നെക്സ്റ്റ് ആരാണ്? പിന്നെ പറഞ്ഞത് ആരെയെ കുറിച്ചിട്ടാണ്? Receiver. റിസീവറിനെ കുറിച്ചിട്ടാണ് അല്ലേ? ഓക്കെ, റിസീവർ നമുക്ക് നോക്കാം. റിസീവർ എഴുതിക്കോളൂ കേട്ടോ. എ പേഴ്സൺ ദാറ്റ് റിസീവ്സ്, എ പേഴ്സൺ ദാറ്റ് റിസീവ്സ് സംതിങ്, സംതിങ്. A person that receives something like a message, like a message, letter, like a message, comma letter, comma call. Message, letter, call. Okay, the person that receives something like a message, letter, call. Okay. Receiver എഴുതിയോ? Yes. Yes, ma'am. Okay. മൂന്നും ക്ലിയർ ആയല്ലോ. സെൻഡർ ആരാണ് ഇതിനകത്ത്? സെൻഡർ ആരാണ്? മെസ്സേജ് പാസ് ചെയ്യുന്ന ആൾ ആരാണോ അദ്ദേഹത്തെയാണ് സെൻഡർ എന്ന് വിളിക്കുന്നത് അല്ലേ? ഓക്കെ. മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? മെസ്സേജ് It's information sent from one person to another. അത് റിട്ടൺ ആകാം അല്ലെങ്കിൽ സ്പോക്കൺ ആകാം അല്ലെ? അപ്പോ അത് പല രീതിയിലുള്ളതാകാം. ഇനി റിസീവർ ആരാണ്? റിസീവർ Person that receives something like a message, letter, call. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നടുക്കൊരാള് കിടപ്പുണ്ട് അല്ലെ ഇതിനകത്ത്? ആരാണ്? മിഡിലായിട്ട് ചാനൽ എന്താണ് അപ്പോ? മാധ്യമം. അതെ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ആവശ്യമാണ് അല്ലെ? ഒരു ചാനൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധിക്കുള്ളൂ. ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? Through classroom app. ക്ലാസ് റൂം അല്ലെ? ഗൂഗിൾ ക്ലാസ് റൂമിലൂടെയാണ് അല്ലെ? അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇനി ചാനലാണുള്ളത് കേട്ടോ. ചാനൽ നമുക്ക് നോക്കാം എന്താണെന്ന്. എഴുതിക്കോളൂ കേട്ടോ. ചാനൽ ഈസ് ദ മീഡിയം. Channel is the medium or pathway. 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 ഒന്നുകൂടി പറയാം. Pathway. 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 വഴി എന്ന് പറയില്ലേ നമ്മള്? ഓക്കെ. Throw which a message. Throw which a message travels from sender to receiver. A channel is the medium or pathway through which a message travels from sender to receiver.
which a message travels from sender to receiver. Okay. അപ്പൊ ചാനൽ എന്ന് പറയുന്നത് ഒരു മീഡിയം ആണ്, അല്ലെങ്കിൽ ഒരു പാത്വേ ആണ്. ഇതിലൂടെയാണ് മെസ്സേജ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ സെൻഡറും നിങ്ങൾ റിസീവറും ആണെങ്കിൽ ആ ഒരു മെസ്സേജ് ഈ ഒരു പാത്വേയിലൂടെ അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാവല് ചെയ്യുന്നത്. എഴുതിയോ? Yes, ma'am. Yes, ma'am. എഴുതിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്ന സ്പോക്കൺ വേർഡ്സ്, നമ്മളിപ്പോ ഒരാളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ സൗണ്ട് വേവ്സ് ആയിട്ടാണ് മറ്റൊരാളുടെ ചെവിയിൽ എത്തുന്നത്, അല്ലെ? ശബ്ദ തരംഗങ്ങളായിട്ടാണ് മറ്റൊരാളുടെ ചെവിയിൽ അത് എത്തുന്നത്, അല്ലെ? പഠിച്ചിട്ടില്ലേ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ സയൻസില്? ഉണ്ടല്ലേ? അപ്പൊ സൗണ്ട് വേവ്സ് ആയിട്ടാണ് സ്പോക്കൺ വേർഡ്സ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഇനി ഒരു ഫോൺ കോൾ ആണെങ്കിൽ നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുവാണ്, എന്തിലൂടെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്? അതിന്റെ ചാനൽ എന്താണ്? ടെലിഫോൺ വയർ അല്ലെങ്കിൽ സിഗ്നൽ, അല്ലെ? നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള ഒരാളെ വിളിക്കുവാണെങ്കിൽ, ഞാൻ ഇവിടെ ഇരുന്ന് തിരുവനന്തപുരത്തുള്ള ഒരാളെ വിളിക്കുവാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു അറ്റ് എ ടൈം എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ടെലിഫോൺ വയേഴ്സ് അല്ലെങ്കിൽ ടെലിഫോൺ സിഗ്നലിലൂടെ എന്ത് ചെയ്യുന്നു, എന്റെ ശബ്ദം എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതും എന്ത് ചെയ്യാം, നമ്മള് മീഡിയം ആയിട്ട് കണക്കാക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, അല്ലെ? വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെ? നെറ്റ്വർക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് പാസ് ചെയ്യുന്നത്, അല്ലെ? നെറ്റ്വർക്കിലൂടെയല്ലേ പാസ് ചെയ്യുന്നത്? ആണോ അല്ലയോ? അത് എന്താണ്, ചാനലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ പല വഴികളുണ്ട്. ഇതിപ്പോ ഞാൻ മൂന്നെണ്ണം പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇത്തരത്തില് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് സൗണ്ട് വേവ്സിലൂടെ, ടെലിഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ടെലിഫോൺ സിഗ്നൽസിലൂടെയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ചാനലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ത്രൂ ആണ് കേട്ടോ, ത്രൂ ആണ്, THROUGH, ത്രൂ ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ. ദെൻ അടുത്തത് ഏതാണ്? അവിടെ കൊടുത്തിട്ട് ഫീഡ്ബാക്ക് എന്താണ്? ഫീഡ്ബാക്ക് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ ചാനൽ വഴി നിങ്ങൾ അത് റിസീവ് ചെയ്യുന്നു, നിങ്ങൾ അതിന് എന്ത് പറയും, റെസ്പോണ്ട് ചെയ്യില്ലേ? മറുപടി പറയും. അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഫീഡ്ബാക്ക് ഈസ് ദ റെസ്പോൺസ്. ഫീഡ്ബാക്ക് ഈസ് ദ റെസ്പോൺസ് given by the receiver back to the sender after receiving the message. ഇത് എക്സാമിന് ഉണ്ടാവും കേട്ടോ, അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ. ഫീഡ്ബാക്ക് ഈസ് ദ റെസ്പോൺസ് given by the receiver back to the sender after receiving the message. Clear ആയല്ലോ? സെൻഡർ റിസീവറിലേക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം എന്താണ്, റിസീവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്ത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ മാം. ആഫ്റ്റർ റിസീവിംഗ് ദ, അത് കഴിഞ്ഞായിരുന്നു മാം മെസ്സേജ്. ആഫ്റ്റർ റിസീവിംഗ് ദ മെസ്സേജ് റിസീവ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ ഇതാണ് ഷാനോൺ വീവർ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലില് സെൻഡർ ഉണ്ട്, മെസ്സേജ്, ചാനല്, റിസീവർ, ഫീഡ്ബാക്ക്.
ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെയും ഇത് കാണാനായിട്ട് പറ്റും. നോക്കി, ഇതിന്റെ തന്നെ വേറൊരു രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ് സെൻഡർ, മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ അത് താഴെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ടു എക്സ്പ്ലെയിൻ ഹൗ എനി കമ്മ്യൂണിക്കേഷൻ occurs, Berlow's models are useful. According to Berlow, any communication process involves the following elements. അപ്പോ ഇതിനെ, അതായത് ഷാനോൺ വീവർ മോഡലിനെ കുറച്ചും കൂടി എന്താ പറയാ പരിഷ്കരിച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്തു, ബെർലോ എന്ന് പറയുന്ന ആള് കുറച്ചു കാലത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ നിങ്ങള്? മുകളിലത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ഇത് താഴെ കണ്ടിട്ട്? ഞാനിവിടെ കഴ്സർ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താ തോന്നുന്നേ? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് തോന്നുന്നുണ്ട് മാം. റൗണ്ടില് സെൻട്രൽ റിസീവർ, വീണ്ടും സെൻട്രൽ റിസീവർ, അങ്ങനെ അങ്ങനെ. അപ്പൊ കുറച്ചും കൂടി എന്താണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിളിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന് കുറച്ചും കൂടി ഒരു പരിഷ്കരിച്ച മാതൃക അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഉണ്ടാക്കിയത് ബെർലോയാണ്. അപ്പൊ ബെർലോ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ സെൻഡർ ഉണ്ട്, ചാനൽ ഉണ്ട്, നോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിസീവർ ഉണ്ട്. നോയ്സ് ഇല്ല, സോറി. സെൻഡർ, ചാനൽ, റിസീവർ, അതുപോലെ തന്നെ എന്താണ് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, അത്രയും വരുന്നുള്ളൂ. പിന്നെ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻകോഡിങ് കൊടുത്തിട്ടുണ്ട്, ഡീകോഡിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നോയ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഇപ്പൊ സെൻഡർ നിങ്ങൾ എഴുതി, റിസീവർ എഴുതി, അതുപോലെ ചാനൽ എഴുതി അല്ലെ. അപ്പൊ എൻകോഡിങ് എന്താണ്? എൻകോഡിങ്, വാട്ട് ഈസ് എൻകോഡിങ്? കേട്ടിട്ടുണ്ടോ എൻകോഡിങ്? ഈ സെൻട്രൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഇപ്പൊ ഫോൺ വഴിയാണെങ്കിൽ അത് നമ്മൾ ശരിക്കും മീഡിയം വഴി മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയല്ലേ? ആ, അതെ അതെ, അത് എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും ഇപ്പൊ എൻകോഡിങ്. Okay. Encoding is the process of turning thoughts, turning, T-U-R-N-I-N-G, turning thoughts or information into a message. Information into a message, I-N-T-O, into a message. അതായത് എൻകോഡിംഗ് എന്ന് പറയുന്നത് നമ്മളിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ നമ്മളിലുള്ള ഇൻഫോർമേഷൻസ് ഒരു മെസ്സേജ് ആക്കുന്നതാണ്. മെസ്സേജ് ആക്കുന്നത് വേർഡ്സിലൂടെ ആകാം, സിംബൽസിലൂടെ ആകാം, ഗസ്റ്റേഴ്സിലൂടെയാകാം. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട്, എന്റെ മനസ്സിലുള്ള ഐഡിയ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാം, വേർഡ്സിലൂടെ പറയാം, അല്ലെങ്കിൽ പല പല സിംബൽസിലൂടെ കാണിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റേഴ്സിലൂടെ കാണിക്കാം. ഓക്കെ, ഇതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇൻടു എ മെസ്സേജ് വരെ എഴുതിയോ? into a message. Okay, and ബ്രാക്കറ്റിൽ എഴുതാ like words, comma symbols, comma gestures, G-E-S-T-U-R-E-S, gestures. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് പറയാനുള്ള ഏതൊരു കാര്യവും അത് സിംബലിലൂടെയോ അല്ലെങ്കിൽ വേർഡ്സിലൂടെയോ അല്ലെങ്കിൽ ഗസ്റ്റേഴ്സിലൂടെയോ സെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, എൻകോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ്?
ഋഷ എന്താ? മാം ഈ ഗസ്റ്റേഴ്സിന്റെ മീനിങ് എന്തോ? എന്താണ് ഗസ്റ്റേഴ്സ്? ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് പലവിധ ആക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്, ആംഗ്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ. ഓക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡീകോഡിംഗ്. ഡീകോഡിംഗ് എഴുതിക്കോളൂ കേട്ടോ. Decoding is the process of understanding the message നമ്മുടെ തൊട്ട് താഴെ ഇത് കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് ദാറ്റ് വാസ് സെൻഡ്. Decoding is the process of understanding the message that was sent. Okay. ഡീകോഡിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരികയാണ്. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ അത് എന്ത് ചെയ്യുന്നു? അതായത് ഞാൻ പറയുന്ന വേർഡ്സുകള് നിങ്ങളുടെ ബ്രെയിൻ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇമേജ് പോലെ റിസീവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡീകോഡിംഗ്. അപ്പൊ നമ്മള് പറയുന്ന പല വേർഡ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോറി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ടേക്ക് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് പുതിയ ഫോർമാറ്റിൽ അല്ലെങ്കിൽ പുതിയൊരു ഫോമിൽ അത് എന്ത് ചെയ്യുവാണ്? ഈ ഒരു പിക്ചറൈസേഷൻ പോലെ കാണിക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങളുടെ ബ്രെയിൻ എടുത്തിട്ട് അത് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു. ദാറ്റ് ഈസ് ഡീകോഡിംഗ്. ഓക്കെ, ക്ലിയർ ആണോ? ഡീകോഡിംഗ് ഓക്കെ അല്ലേ? അതെ മാം. ഓക്കെ, മാം ഡീകോഡിംഗ് ഒന്നുകൂടെ പറയാവോ ഡെഫിനിഷൻ? ഒന്നുകൂടി പറയാം. Decoding is the process of understanding. Decoding is the process of understanding the message that was sent. The message that was sent. Okay. Okay. Then അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? നോയ്സ് ആണ്. എന്താണ് നോയ്സ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും? താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട്. എന്നാലും ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി നമുക്കത് ഡിസ്കഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. എന്താണ് നോയ്സ്? വാട്ട് ഈസ് നോയ്സ്? തടസ്സങ്ങൾ മാം. ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന അതെ അല്ലെ? അതായത് നമ്മളിപ്പോ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനിടയിൽ പല എന്താ പറയാ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും അല്ലെ? പല തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്തു? മൈക്ക് ഓൺ ചെയ്തു. അത് നോയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും അല്ലെ? അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിന് തടസ്സം ഉണ്ടാക്കുന്നത് എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? നോയ്സ് എന്ന് വിളിക്കാം കേട്ടോ. അത് ഏത് ഒരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും രണ്ടുപേര് തമ്മിൽ ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ടൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഇടയിൽ ഒരാള് കയറിയിട്ട് അവരുടെ ആ ഒരു സംസാരത്തെ തടസ്സപ്പെടുത്തുവാണെങ്കിൽ അതിനെ നമുക്ക് നോയ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഇപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്നതാണ്. അതും എന്താണ്? നോയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ, നോയ്സ് എന്താണെന്ന് എഴുതിക്കോളൂ. Noise means anything that disturb or interferes with the message as it travels from sender to receiver. Noise means anything that disturbs or interferes with the message as it travels from sender to receiver. Okay, clear ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമുക്കിപ്പോ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുവാണ്. എക്സ്റ്റേണൽ സൗണ്ട്സ് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാള് അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതിനെ നമുക്ക് നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ പല രൂപത്തില് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഈ സൈക്കിൾ നിങ്ങളൊന്ന് പറയാനായിട്ട് നോക്കി. ഓരോ കാര്യങ്ങളും മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് മുതല് അതുപോലെ റിസീവ് ചെയ്യുന്നത് വരെ എന്തൊക്കെയാണ് അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ, ആ പിക്ചർ നോക്കിയൊന്ന് ഒരാളുടെ മോഡലിലൊന്ന് പറയാനായിട്ട് നോക്കി. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്, അത് എൻകോഡ് ചെയ്യുന്നു, തന്നെ എന്ത് ചാനലാണ്, ഡീകോഡ് ചെയ്യുന്നു, ആരിലേക്കാണ് അയക്കുന്നത്, അതൊന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. 2 മിനിറ്റ് സമയം തരാം, ഒന്ന് ആലോചിച്ച് നോക്കി. പറയാൻ പറ്റില്ലേ നിങ്ങക്ക്? അതെങ്ങനെയാ മാം? ഇഷ്ടമുള്ള രീതിയിൽ പറയാം. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു സ്റ്റോറിയാണ് അതായത് നിങ്ങളാണ് സെന്റർ എങ്കിൽ ഒരു സ്റ്റോറിയാണ് മറ്റുള്ളവരിലേക്ക് പറയുന്നതെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരാം, അതുപോലെ അതെങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, ആരിലേക്കാണ് റിസീവ് ചെയ്യുന്നത്, എന്ത് ചാനലാണ് നിങ്ങൾ അതിന് ഉപയോഗിക്കുന്നത്, അങ്ങനെ പറയാനായിട്ട് പറ്റുമോ? നോക്കിയേ. അല്ലെങ്കിൽ പിന്നെ സാധാ പോലെ പറഞ്ഞാൽ മതി. ആ ഒരു ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതിനനുസരിച്ച് അതൊന്ന് പറഞ്ഞാലും മതി. ആദ്യം എന്താണ് ചെയ്യുന്നത്? ഞാൻ ശ്രമിക്കട്ടെ. പറഞ്ഞോളൂ. ഓക്കെ മാം, ഞാന് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ റിലേറ്റീവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മെസ്സേജ് ഉണ്ടാക്കി വെച്ച ആൾക്ക് ഞാനാണ് സെൻഡർ. ഞാൻ സെൻഡ് ചെയ്യുന്ന മെസ്സേജ്, ആ മെസ്സേജ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് സംസാരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പം ത്രൂ ഇന്റർനെറ്റ് അതാണ് ചാനൽ വരുന്നത്. അത് ഞാൻ ഇവിടുന്ന് എൻകോഡിങ് ചെയ്ത് ചാനൽ അയക്കുമ്പം പുറത്ത് നല്ല മഴയുണ്ട്, അതെനിക്ക് ഭയങ്കര നോയ്സ് ആവുന്നുണ്ട്, ഭയങ്കര നോയ്സ് അടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോൻ ഇപ്പുറത്തുനിന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്, അതും നോയ്സ് ആണ്. പിന്നെ ഇടയ്ക്ക് നെറ്റ്വർക്ക് കവറേജിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, അതെല്ലാം നോയ്സിൽ വരുന്നുണ്ട്. അപ്പൊ ത്രൂ ഞാൻ അയക്കുന്ന മെസ്സേജ് ഫോൺ വഴി ആയതുകൊണ്ട് ഇറ്റ്സ് എ ചാനൽ. അവിടുന്ന് ഞാൻ അയക്കുന്ന മെസ്സേജ് ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് അവരാണ് റിസീവർ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അറിയിക്കുന്നു. അപ്പൊ ഫ്രണ്ട് ഇസ് എ റിസീവർ. പിന്നെ അവര് തീർച്ചയായും വരാം, ഈ ഒരു ദിവസമല്ലേ, ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആണെന്ന് അറിയുന്നു, അതിന്റെ ഫീഡ്ബാക്ക്. ഓക്കെ, വെരി ഗുഡ്. കണ്ടോ റീജ പങ്കജ് പറഞ്ഞത് കേട്ടോ? അതുപോലെ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ.
മാം ഞാൻ പറഞ്ഞോക്കട്ടെ. പറഞ്ഞു നോക്കിക്കോളൂ. മാം ഞാൻ എൻ്റെ അബ്രോഡുള്ള ഒരു റിലേറ്റീവിന് ഒരു വിഷ് കാർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബൈ കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെൻഡർ ഞാൻ പിന്നെ ആ വിഷ് കാർഡ് മീഡിയം എന്ന് പറയുന്നത് ബൈ എയർ കൊറിയർ ആയിരിക്കും. ചാനൽ എന്ന് പറയുന്നത് എയർ കൊറിയർ ആയിരിക്കും. എൻകോഡിംഗ് എന്ന് പറയുന്നത് ഞാൻ അതിനകത്ത് അവൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ആ വിഷ് എന്താന്ന് വെച്ചാൽ അത് ഇപ്പൊ ബർത്ത്ഡേ വിഷ് ആവാം, അല്ലെങ്കിൽ വെറുതെ കുറച്ച് നാൾ കാണാതിരുന്നതിനുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കിടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും. ആ മെസ്സേജ് ഞാൻ ആ കാർഡിൽ എഴുതുന്നു. ബൈ എയർ കൊറിയറിൽ ഞാനത് അയക്കുന്നു. അപ്പോൾ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആകുന്നതോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് നോയ്സ് ആയിട്ട് അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ആ വിഷ് കാർഡ് അവിടെ എത്തുന്നു, അത് അവർ റിസീവ് ചെയ്യുന്നു. റിസീവറുടെ കൈ കിട്ടി ആ കുട്ടി ആ കാർഡ് വായിക്കുന്നു, ആ മെസ്സേജ് വായിക്കുന്നു. മെസ്സേജ് വായിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാകുന്നു. അത് ഡീകോഡ്. ആ ഫ്രണ്ട് റിസീവർ. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ മാഡം. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, പിന്നെ നോക്കാം കേട്ടോ. ഇനി വേറെ പറയുന്നത് ആരാ? ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ എന്റെ കൊച്ചിനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു. അത് ഞാന് സെന്ററാണ്. അപ്പം ആ കഥ ഇപ്പൊ ഒരു കാട്ടിലെ കഥയാണ്, കാട്ടിലെ രാജാവിന്റെ കഥയാണ്. അപ്പം ആ കഥ ഞാന് പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് എൻകോഡിംഗ് ആയിട്ട് ആ കഥ വരുന്നു. അപ്പൊ എന്റെ വേറൊരു കൊച്ചു വന്ന് എന്നോട് വേറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നോയ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്നെ ഡയറക്റ്റ് ആയതുകൊണ്ട് ശബ്ദ തരംഗമാണ് അവിടെ ചാനലായിട്ട് വരുന്നത്. പിന്നെ ഡീകോഡിങ് അവനത് ഡീകോഡിങ് അവനത് മനസ്സിലാക്കി എടുക്കുന്നു. അതാണ് ഡീകോഡിങ്. പിന്നെ അവനാണ് റിസീവറായിട്ട് എടുക്കുന്നത്. പിന്നെ അവൻ അതിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ആ കഥ എന്നോട് തിരിച്ചു പറയുകയോ ചെയ്യുന്നതാണ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരാളോട് എൻകോഡ് ചെയ്ത ഒരു കാര്യം ആള് ഡീകോഡ് ചെയ്യുമല്ലോ, ഡീകോഡിങ് നടക്കുമല്ലോ. അപ്പൊ ബ്രെയിൻ അപ്പൊ തന്നെ ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കും, റെസ്പോണ്ട് ചെയ്യും. അപ്പൊ തന്നെ റെസ്പോൺസ് ഉണ്ടാവും. ഡീകോഡിങ് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ആണ് അപ്പൊ തന്നെ വരുന്നത് കേട്ടോ. റിസീവറുടെ ഫീഡ്ബാക്ക് വരും. നിങ്ങൾ നോക്കി ഒന്ന്, ഡീകോഡിങ് റിസീവർ ഇവിടെ ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല, ഫീഡ്ബാക്ക് ആണ് പിന്നീട് വരുന്നത്. സഡൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ മനസ്സിലാകാൻ വൈകും തോറും താമസിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ ഒന്നും പിടികിട്ടണമെന്ന് ഉണ്ടാവില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോ ഡീകോഡിങ് ശരിയായിട്ട് നടക്കുവാണെങ്കിൽ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകും. ക്ലിയർ ആയോ? ബ്രെയിനിലേക്ക് എടുത്ത് നമ്മൾ ഏതൊരു കാര്യം ആയാലും അത് ബ്രെയിനിലേക്ക് എടുത്ത് സഡൻ റെസ്പോൺസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഫീഡ്ബാക്ക്. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? എനിവൺ? ഞാൻ പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞു വെക്കോളൂ, നമുക്ക് നോക്കാം. ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പ്രൊഡക്റ്റ് കാണുന്നു, എന്നിട്ട് അത് എനിക്ക് വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞാനാണ് സെൻഡർ. അവരിലേക്ക് ആ മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നു. അത് ഇൻസ്റ്റഗ്രാം മെസ്സേജ് വഴിയിട്ടാണ്. അതാണ് ചാനൽ. ത്രൂ ഫോൺ അതാണ് ചാനൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമായി എന്നുള്ളത് ഞാനൊരു ഇമോജിയിലൂടെ അത് കാണിക്കുന്നു. അത് എൻകോഡിങ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയെന്നുള്ളത് അവരെനിക്ക് റിപ്ലൈ തരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് ഗൂഗിൾ പേ പൈസ സെൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഞാനത് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നു. അത് ഒരു നോയ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് ആ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളാന്നുള്ളത് ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് പറയുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം.
നിങ്ങൾ നോക്കിയ താഴെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ സെന്റർ എന്ന് പറയുന്നുണ്ട്. സെന്റർ ഇസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിലൂടെയാ? എപ്പോഴും ആരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന? എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്റർ ആയിരിക്കും അല്ലെ? ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആദ്യം ആരാണ് സംസാരിക്കുന്നത്? അതിനെയാണ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ സെന്റർ എന്ന് പറയുന്നത്. എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഒരു സോഴ്സ് ഉണ്ടാവും. ഏതൊരു കമ്മ്യൂണിക്കേഷനിലായാലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ എനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം സോഴ്സ് ഓർ സെന്റർ. ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സോഴ്സ് അല്ലെങ്കിൽ സെന്ററിൽ നിന്നാകാം. ഈ സെന്റർക്ക് ചില ഐഡിയാസ് ഉണ്ട്, ചില തോട്ടുകൾ ഉണ്ട്, ചില നീഡ് ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഇൻഫോർമേഷൻസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് എന്റേതായിട്ട് എന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ എന്റെ മൈൻഡില് പലതരത്തിലുള്ള ഐഡിയാസ് ഉണ്ടാകാം, തോട്ട്സ് ഉണ്ടാകാം, ഇൻഫർമേഷൻ ഉണ്ടാകാം, പലതരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാം. അതെന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളിലേക്ക്, മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആളെയാണ് ഈ സെന്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ സെന്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ തോട്ട്സും അതുപോലെ ഇൻഫോർമേഷൻ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. Then next one encode ആണ്. നോക്കിയ നിങ്ങൾ, the ideas are translated into a code or a set of symbols, especially in the form of language. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഐഡിയാസ്, നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോഡ് ഓർ സെറ്റ് ഓഫ് സിമ്പിൾസ്, ഒരു സിമ്പിൾ, ഒരു എന്താ പറയാ, സെറ്റ് ഓഫ് സിമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കോഡായിട്ടോ ലാംഗ്വേജിന്റെ രൂപത്തിലോ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ റിസീവറിലേക്ക് പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻകോഡിംഗ്. ഓക്കെ. Then message. Message is the person, physical product, spoken words, printed words, a graphic drawing, an expression of the face, a gesture of the hand. The purpose of the source is expressed in the form of message. ഈ മെസ്സേജ് എന്ന് പറയുന്നത് എന്താ പറയാ, സ്പോക്കൺ വേർഡുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രിന്റഡ് വേർഡ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡ്രോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മുഖത്തിന്റെ എക്സ്പ്രഷൻ ആയിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ കൈകളുടെ ആംഗ്യങ്ങളായിരിക്കാം. ഇതൊക്കെ എന്താണ്? ഒരു മെസ്സേജ് എന്ന് നമുക്ക് ആ ഒരു ഫോമിലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പർപ്പസ് എന്ന് പറയുന്നത്? അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് ചാനലാണ്. ദ ചാനൽ ഇസ് ദ മീഡിയം യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ്. നേരത്തെ പറഞ്ഞു തന്നതാണ്. It is the link that connects the source and the receiver. Lecturing, discussion, dramatization, questioning are channels in the classroom. ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആണ്. ഓക്കെ. ഇത് സെന്ററിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ. അവർ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ചാനലാണ്. പിന്നെ ഒരു ക്ലാസ് റൂമില് എന്താ പറയാ ഒരു പല രീതിയിലുള്ള മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അത് ലെക്ചറിങ് ആകാം, അതുപോലെ ഡിസ്കഷൻ ആകാം, ഡ്രമാറ്റൈസേഷൻ ആകാം, ക്വസ്റ്റ്യനിങ് ആവാം. അതൊക്കെ എന്താണ് ക്ലാസ് റൂമിൽ നടക്കുന്ന ചാനൽസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡീകോഡ് എന്ന് പറയുന്നത്. ഹിയർ ദ റിസീവർ ഡിറൈവ്സ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ഐഡിയ കമ്മ്യൂണിക്കേറ്റ്. റിസീവർ സെന്റർ എന്താണോ പറയുന്നത് അത് റിസീവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അദ്ദേഹം അത് ബ്രെയിനിലേക്ക് എടുത്ത് മനസ്സിലാക്കുന്നതിനെയാണ് ഡീകോഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ റിസീവർ എന്താണെന്ന് നോക്കാം. The receiver decodes the message in the same path as it was. നേരത്തെ പറഞ്ഞതാണ്. സെന്റർ പറഞ്ഞ എന്താ പറയാ മെസ്സേജുകളെ ആരാണോ റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തെ പറയുന്ന പേരാണെന്ത്? റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. മാം ഒരു ഡൗട്ട് ചോദിക്കാണ്ടായിരുന്നു.
ജൂലൈ 3rd വീക്കിലൊക്കെ ആയിട്ട് എക്സാം നടക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 3rd വീക്കിലൊക്കെ ആയിട്ട് എക്സാം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സാം അല്ലേ? അതെ, പാർട്ട് 1 പാർട്ട് 2. അപ്പൊ ട്രെയിനിങ്ങിന് പോയ കുട്ടീനോട് ചോദിക്കാൻ പറഞ്ഞതാ, എത്ര ദിവസം ഉണ്ടാവും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം ഉണ്ടാവുമെന്നോ? അതായത് 2 എക്സാമുകളായിട്ടല്ല നടത്തുന്നത്. ടേം 1 ടേം 2 അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരിക്കുന്ന? അങ്ങനെയല്ലേ? ഇന്നലെ മാം പറഞ്ഞതാണ് എക്സാം ഉണ്ടാവും ജൂലൈ 3rd വീക്കിലൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു. ഷമിസ് പറഞ്ഞോ? ഷമിസ് ആണോ പറഞ്ഞത്? അല്ല, ആതിര മാം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല മാം. ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ വരുമല്ലോ. അത് നമ്മൾ പറയുന്നത് കേൾക്കണ്ട. അത് ചിലപ്പോ ലേറ്റ് ആവാം, അല്ലെങ്കിൽ നേരത്തെ ആകാം. അല്ല, നേരത്തെ ഒറ്റ ദിവസമാണോ എക്സാം ഉണ്ടായിരിക്കുക, അതോ ഇങ്ങനെ 2 days 3 days അങ്ങനെ എങ്ങാണ്ടോ ആണോ ചോദിക്കാൻ പറഞ്ഞു. അതായത് ടേം 1 ഒരു എക്സാം ആയിട്ട് ഒരു ദിവസമായിരിക്കും, ടേം 2 ഒരു എക്സാം ആയിട്ട് ഒരു ദിവസമായിരിക്കും. അങ്ങനെയാണ് നടത്തുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. എനിക്ക് മറ്റ് കൺഫർമേഷനും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അതാണ് ഞാൻ പറയാത്തത്. മാം, ഹലോ മാം, ഞാൻ പറഞ്ഞോളൂ. വന്നേക്കുമായിരുന്നു. ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് ഒന്നും എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ട്രെയിനിങ്ങിന് വന്നേക്കുവാണോ? ടീച്ചിങ് പ്രാക്ടീസിന് കൊടുത്ത് മൊത്തം മഴയുവാ. അങ്ങനെ ഒരു റൂമില് കണ്ട് ഇന്ന് സ്ട്രൈക്ക് ചെയ്യണം. എന്തോ മാം? ക്ലാസ് ഇല്ല. അപ്പൊ ഇന്നലെ വന്നപ്പോ ഒരു മാമിന്റെ കൂടെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് അവരൊക്കെ വേറെ ഉണ്ട്. അപ്പൊ കൊഴപ്പില്ല. ഇന്നലെ തുടങ്ങിയാണോ സ്റ്റാർട്ട് ചെയ്തത്? ഇന്നലെ തുടങ്ങിയാണോ വന്നത്? ഇന്നലെ നമുക്കൊന്നും പഠിപ്പിക്കില്ല. ഞാനൊരു ആക്ഷൻ സോങ് പറഞ്ഞു കൊടുത്തു. ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ച. അതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അതാ ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. സാരിയെ കൊടുത്ത് സുന്ദരിക്കുട്ടിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അത് മൊത്തം കൊള്ളാമാ. ഇവിടെ വന്ന മഴയും ചുരിദാർ എങ്ങാനുമായിരുന്നു. ഇവിടെ എല്ലാ ദിവസവും സാരിയും അതിന്റെ മേളിൽ ഇവിടെ ഉള്ളവർക്ക് ഒരു യൂണിഫോം ഉണ്ട്, എനിക്കതില്ല. അപ്പൊ ഞാനേ ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഞാൻ രണ്ടും ഒന്ന് ഓഫ് ആക്കുവാണേ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. പേരറിയാമോ? ഇതിന്റെ പേരറിയാമോ? വീൽ ചാർട്ട് പിക്ചർ വീലാണ് കേട്ടോ. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടേ. അതായത് 2 വീലുകളാണ് കേട്ടോ. ഇത് വലിയൊരു വീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മിഡിലായിട്ട് ചെറിയൊരു വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളം പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഇതിനകത്ത് ഞാനിപ്പോ പേസ്റ്റ് ചെയ്തിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാല് ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ട്രീ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ പേര് മിഡിലായിട്ട് എഴുതി വെച്ചിരിക്കുക ചെയ്യുന്നത്. ഓക്കെ,
ഇപ്പൊ ഇതൊരു അറേഞ്ച്മെന്റ് അല്ലാതെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ചിലപ്പോൾ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ആപ്പിളിന്റെ പിക്ചർ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് ആപ്പിൾ ആണെന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ വേർഡ്സ് ചിലപ്പോ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അത് കൂടുതൽ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിക്ചർ വീൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന വേർഡ് നോക്കിയാ നിങ്ങള്, ആപ്പിൾ എന്ന് പറയുന്ന വേർഡ് ഇവിടെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, കുട്ടി ആപ്പിൾ എന്ന് പറയുന്ന പിക്ചർ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ ഈ ആപ്പിൾ എന്ന് പറയുന്ന വേർഡ് അതിന്റെ നേരെ വെക്കാം. കാണുന്നുണ്ടോ? യെസ് മാം, കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോ ഇത് വേഴ്സ് കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടല്ലോ, കേക്ക് മുറിക്കുന്ന ആ ഒരു റൗണ്ട് ഇല്ലേ, ഫസ്റ്റ് കേക്ക് ഒക്കെ തിന്ന് കഴിയുമ്പോൾ ഒരു റൗണ്ട് നമുക്ക് കിട്ടില്ലേ, അത് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ കുറച്ച് ബാച്ചിലെ കുട്ടികളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വീൽ ഇത് കറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഈർക്കിലാണ് വെച്ചിരിക്കുന്നത്. ഈർക്കിൽ വെച്ചിട്ട് ബാക്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ ഒന്ന് പിക്ചർ വീൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ പല ആളുകള് പല രീതിയിൽ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോ അധികം ഭംഗിയായിട്ടുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. കുറച്ചും കൂടി ഭംഗിയിൽ എന്ത് ചെയ്യാ, ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചില കുട്ടികള്, ഒരു കുട്ടി നമ്മുടെ ഫാൻസി കമ്മൽ ഉണ്ടല്ലോ അതിന്റെ ശങ്കീരി ഉപയോഗിച്ചിട്ടാണ് സെക്യൂർ ചെയ്ത് വെച്ചത്. വേറൊരു കുട്ടി കർട്ടന്റെ എന്തോ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട്, അത് അറിയുകയും കൂടി ഇല്ല എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തവരും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാട്ടോ. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ പിക്ചറുമായിട്ട് അവർക്ക് അതൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിക്ചർ വീല് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, മെഷർമെന്റ് ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ. വീല് നമ്മൾ വലിയ വീല് എടുക്കുമ്പോൾ കുറച്ചും കൂടി സൈസ് വലുതായിട്ട് എടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ വേർഡ്സ് എഴുതുമ്പോൾ ചിലപ്പോ മിഡിൽ വീല് തികയില്ല. ഓക്കെ, അപ്പൊ റൗണ്ട് എടുക്കുമ്പോൾ മിഡിൽ വീല് നമുക്ക് ഇത്തിരി ചെറുതായാലും കുഴപ്പമില്ല. ഈ വലിയ വീലിന്റെ സൈസ് വലുതായാൽ മാത്രമാണ് നമുക്ക് ഈ പിക്ചേഴ്സും മറ്റൊക്കെ ഒട്ടിച്ച് ഇതൊന്ന് സെറ്റ് ആക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ വീല്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ എപ്പോഴാണ് ചെയ്യേണ്ടത്, ഒരു ഡ്യൂറേഷൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോഴ്സ് തീരുന്നതിന് മുമ്പായിട്ട്. കുറച്ചും കൂടി നല്ലതാണ് ഇത് കൊണ്ടുപോകാനൊക്കെ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്പർ വീൽ കേട്ടോ. കാണുന്നുണ്ടോ? ഇതെന്താണ് പിക്ചർ വീലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? എന്ത് പഠിക്കാനാ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യുന്നത്? കൗണ്ട് ചെയ്യാൻ പറ്റും. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ, അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് എണ്ണം പഠിക്കാനായിട്ട് അല്ലെ. ഓക്കെ, അതായത് ഒരു നമ്പർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു നമ്പർ ടച്ച് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നു. ആ നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് കുട്ടിയെ സഹായിക്കുന്നു. അതാണ് നമ്പർ വീലിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാനിവിടെ 1 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ മിഡിൽ വീലില് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് 1 to 9 അല്ലെങ്കിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യാം, ഈ വീലിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കുകയോ, ഞാനിപ്പോ വരയ്ക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള സ്റ്റാറുകളുടെ പിക്ചറൊക്കെ കിട്ടും. കുറച്ച് എന്താ പറയാ ഗ്ലേസിംഗ് ആയിട്ടുള്ള കുറച്ച് തിളങ്ങുന്ന അധികം സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞാല് ഇപ്പോ 10 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ 10 സ്റ്റാർസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പൊ സ്റ്റാർസ്, അതുപോലെ റൗണ്ടുകൾ, സർക്കിളുകള്, പല ഷേപ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിക്ചർ നമുക്ക് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ പിക്ചർ വീലിന്റെ പോലെ തന്നെയാണ് ഈ 1 എന്ന് പറയുമ്പോഴേ നോക്കിയേ. ഓക്കെ, ഈ 1 എന്ന് പറയുന്ന നമ്പർ ഞാനിവിടെ എന്താ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ നേരെ കൊണ്ടുവന്ന് വെക്കുക ചെയ്തിരിക്കുന്നത്. 2 എന്ന് പറയുമ്പോൾ 2 ആദ്യത്തേത് ട്രയാങ്കിൾ ആണ്. 1 എന്ന് പറയുന്ന നമ്പറിന് നേരെ, 2 എന്ന് പറയുന്ന നമ്പറിന് നേരെ 2 സർക്കിൾ ആണ്. 3 എന്ന് പറയുന്ന നമ്പറിന് നേരെ റെക്ടാങ്കിൾ ആണ്.
പിന്നെ 4 മാംഗോസ് ആണ്, 5 സ്റ്റാർസ് ആണ്. അങ്ങനെ കുട്ടി ഏത് നമ്പർ ആണോ പറയുന്നത് അതിനനുസരിച്ച് കുട്ടിയെ കൗണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഈ നമ്പർ വീല് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്പർ വീല് റെഡി ആക്കുമ്പോൾ കുറച്ചും കൂടി വലിയ പിക്ചർ വീലിനേക്കാൾ കുറച്ചും കൂടി വലിയ വീൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോ 2 വേസ്റ്റ് ബോർഡ് എടുത്തിട്ടുണ്ട്. 2 വേസ്റ്റ് ബോർഡ് തമ്മിൽ പേസ്റ്റ് ചെയ്തു, 2 ഒട്ടിച്ചു, എന്നിട്ട് ഒരു ചാർട്ട് പേപ്പർ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇർക്കിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ആ 2 കാര്യങ്ങൾ കേട്ടോ, നമ്പർ വീൽ ആൻഡ് പിക്ചർ വീൽ. അപ്പൊ ഇതൊന്ന് ഇന്ന് തന്നെ നോക്കുക, എല്ലാവരും ഒന്ന് നോക്കുക. നോക്കിയൊക്കെ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ സമയം പോലെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറയുന്നില്ല, നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. ആ പറഞ്ഞോളൂ റീജ. മാം ഇത് കണ്ടോ, ഇത് എന്റെ ഒരു ടൈപ്പ് വീലാണേ. ഇതില് എലിഫന്റ് ഉണ്ട്, പിന്നെ ഇത് വീല് മാറ്റിക്കഴിഞ്ഞാല് E for egg അതുണ്ട്, പിന്നെ ഇതില് E for ice ഉണ്ട്. അങ്ങനെ ഒരുവിധം ആൽഫബറ്റ് കംപ്ലീറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ആണല്ലേ? ഇതും ഒരു വീലാണ്. പിന്നെ ഇത് ഈ ഒരു സാധനം ഇല്ലേ, ഇത് ഒരു ടൈപ്പ് വീലാണ്. ഇത് ഇവിടെ ട്യൂൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊസിഷനില് ഇവിടെ എവിടെയാ ട്യൂൺ വെച്ചാല് ഇതിലോട്ട് തിരിച്ചു കൊടുക്കാം. ഈ ട്യൂൺ കറക്റ്റ് ആക്കുക. ഇത് നമുക്കൊരു സൺഫ്ലവർ പോലെയാ. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യാം, ഇത് നമ്പേഴ്സ് ഓരോന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ ഇതില് ഇതും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ, എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കില്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റീജ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഐഡിയാസ് ആണ് കേട്ടോ, ഓരോരുത്തരുടെയും ഐഡിയാസ്, അവരുടെ ക്രിയേറ്റിവിറ്റി. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഈ 2 വീലുകളും റെഡിയാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇത്രയും എടുത്താൽ മതി. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നത്? സൈൻ ഔട്ട്. Yes, ma'am. Good morning, ma'am, and good morning to all. Today class was very useful. ഇന്ന് മിസ് എടുത്ത കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ നമ്പർ ചാർട്ട് ആൻഡ് വീൽ ചാർട്ട്, സോറി നമ്പർ ചാർട്ടും നമ്പർ വീലും ചാർട്ടല്ല, ഇതെല്ലാം വളരെ വിശദമായിട്ട് ടീച്ചർ മിസ് പറഞ്ഞു. I say a small thought. Today hard work is foundation of tomorrow's success. Thank you, miss, and thank you, friends. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബാക്കി കമ്മ്യൂണിക്കേഷന്റെ ബാക്കി ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.